സുഹൃത്തുക്കളെ നമസ്കാരം. ആത്തൻകൂട കാഴ്ചകളുടെ നമ്മുടെ ആദ്യ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ആത്തൻകൂടയിൽ മെയിൻ ടൗണിൽ തന്നെയുള്ള പാലസിലാണ്. ഇവിടെ ടിക്കറ്റ് ചാർജ് 50 രൂപയാണ്. ക്യാമറയ്ക്ക് അവർ 500 രൂപയൊക്കെ പറഞ്ഞു, ഫോണിന് 200 രൂപയാണ് പറഞ്ഞത്. ഞാൻ തൽക്കാലം നമ്മളെ ഗോപ്രോ ക്യാമറ ഒരു 200 രൂപ കൊടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പാലസിലെ കാഴ്ചകളിലേക്ക് പോവാം. ഏകദേശം 92 വർഷങ്ങൾക്ക് മുന്നെയാണ് ഈ ഒരു പാലസ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, നാച്ചപ്പ ചെട്ടിയാർ. സുഹൃത്തുക്കളെ, നമ്മളെ കൂടിയുള്ള നമ്മളെ ഇവിടെയുള്ള സ്റ്റാഫ് പറഞ്ഞിരിക്കുന്നത് 92 നാട്യപ്പ ചെട്ടിയാർ എന്ന് പറയുന്ന അവരാണ് ഈ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, മെയ്യമ്മയാച്ചി എന്ന് പറയുന്ന അവരുടെ വൈഫാണ് ഇത്. ഇത് വന്നിരിക്കുന്ന ടൈൽ എന്നോട് പറഞ്ഞത് സ്പെയിനിൽ നിന്നാണ്. ഇത് സ്പെയിനിൽ നിന്നാണ് സുഹൃത്തുക്കളെ. ഈ ഒരു ടൈലൊക്കെ സ്പെയിനിൽ നിന്ന് ആ ഒരു സമയത്ത് വന്ന ടൈലുകളാണ് ഇതൊക്കെ. ഇനി നമുക്ക് അതിൻ്റെ ഉൾക്കാഴ്ചയിലേക്ക് പോവാം. ഇറ്റാലിയൻ മാർബിൾ. ഓക്കെ, ഇറ്റാലിയൻ മാർബിൾ. ഇത് ഇറ്റാലിയൻ മാർബിൾ ആണ് സുഹൃത്തുക്കളെ. പിന്നെ ഇതൊക്കെ വന്നിരിക്കുന്നത് ഗ്രാനൈറ്റ് ഫില്ലർ, ഇറ്റാലിയൻ എന്നുള്ള ഗ്രാനൈറ്റ് ഫില്ലർ. ഓക്കെ, ജപ്പാൻ ടൈൽസ് ഇത്. അപ്പോൾ എല്ലാമേ ഇമ്പോർട്ടൻ്റ്, എല്ലാം അലകലക രാജ്യത്തുനിന്ന് വന്ന് സാധനം, എല്ലാം വ്യത്യസ്ത. ബെൽജിയം മിറർ. ഓക്കെ, ബർമ. ഓക്കെ, ഇനി നമുക്ക് ഉള്ളിലേക്ക് പോവാം. ഇവർ പ്രത്യേകം പറഞ്ഞിനായിരുന്നു, ഇവരുടെ ഫേസ് കാണിക്കണ്ടെന്ന് ഇവർ പറഞ്ഞിനായിരുന്നു. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു രീതിയിൽ വീഡിയോ എടുക്കുന്നത്. എവരും ആ രീതിയിൽ ഉൾക്കൊള്ളുക. ഓക്കെ, പറയൂ. വുഡൻ കാർവി ആ വുഡിൽ പണി പെയിൻ പണിയിരിക്കാം. എന്താ പേര്? ഹെർബൽ പെയിൻറ്റ്. സുഹൃത്തുക്കൾ, ഇത് മരത്തിൽ ചെയ്ത പെയിൻ്റാണ്. അത് ഹെർബൽ പെയിൻറ്റ് ആണെന്ന് പറഞ്ഞത്. മരത്തിൽ ചെയ്തൊരു പെയിൻ്റാണിത്. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയാം, കുറച്ച് ഗ്യാപ്പ് വരുന്നത് അവർ കൃത്യമായിട്ടും അവരവരുടെ ഫേസ് നമുക്ക് കൊടുക്കണ്ട എന്ന് പറഞ്ഞത് കൊണ്ടാണ്. അപ്പോൾ ആദ്യം നമുക്ക് അവർ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ക്ലിയർ ചെയ്തതിന് ശേഷം ബാക്കി നമുക്കിതിൻ്റെ ഉൾക്കാഴ്ചകളിലേക്ക് പോവാം. നിലവിൽ മറ്റാൾക്കാർ വരുമ്പോഴത്തേക്ക് അവരെ നമുക്ക് കിട്ടത്തില്ല. ഇത് എപ്പോഴും വേറെ ആൾക്കാരോട് തർജ്ജമ ചെയ്യുകയാണ്. അപ്പം അതിൻ്റെ ഇടയിൽ അവരോട് നമുക്ക് കാര്യങ്ങൾ അറിഞ്ഞു മനസ്സിലാക്കിയതിന് ശേഷം ഇതിൻ്റെ മൊത്തം വൈഡായിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് ഷൂട്ട് ചെയ്യുന്നതാണ്. ഓക്കെ സാർ, പോവാം. വേറെ കൃഷ്ണൻ അതൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. അത് ഒന്നും കൂടി കൃഷ്ണ. അവരുടെ സ്റ്റോറി. ഓക്കെ. അതായത് സുഹൃത്തുക്കളെ, ഇതിൻ്റെ മുകളിൽ വരുന്നിരിക്കുന്ന ഈ ഒരു പെയിൻറ്റിങ് ഉണ്ട്, അതിപ്പം ക്ലിയർ അല്ല. അത് നമ്മുടെ കൃഷ്ണനില്ലേ, നമ്മുടെ ഭഗവാൻ കൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്റ്റോറീസാണ് ഇതിൻ്റെ മൊത്തം പെയിൻറ്റുകളില്ലേ എന്നാണ് പറഞ്ഞത്. അതിപ്പോൾ കുറേ ഭാഗം മാഞ്ഞു പോയി കേട്ടോ. നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് ഇപ്പോൾ കയറിയിരിക്കുകയാണ്. അപ്പോൾ അവരിപ്പോൾ വേറെ ആൾ വന്നുകൊണ്ട് അവരെ ഞാനിപ്പം ബുദ്ധിമുട്ടിക്കുന്നില്ല. കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി. ഈ ഒരു ടൈലൊക്കെ സ്പെയിനിൽ നിന്ന് വന്ന ടൈലുകളാണ് ഇതൊക്കെ. നമ്മുടെ ഇതിൻ്റെ മുകളിലേക്ക് പോകേണ്ട ഒരു വഴിയാണ് ഇത്. മൊത്തം താഴെയും മുകളിലുമായിട്ട് 64 റൂമുകൾ ഉണ്ട് എന്നാണ് ഇവിടുത്തെ ആ ഒരു സ്റ്റാഫ് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ റൂമുകളാണ്. ഇവിടെ ഇപ്പോൾ ഞാൻ അതും ചോദിച്ച് മനസ്സിലാക്കി. ഇതിപ്പം ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണോ എന്ന് ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയായിരുന്നു. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കയ്യിലല്ല, ഇപ്പോഴും പ്രൈവറ്റ് ആൾക്കാരുടെ കയ്യിലാണ്. അപ്പോൾ അവരൊരു ഇതിൻ്റെ മെയിൻ്റെനൻസ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ടിക്കറ്റ് ഈ ഒരു കാര്യങ്ങളൊക്കെ ഇവർ അറേഞ്ച് ചെയ്യുന്നത്. കൂടാതെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ ഫങ്ഷൻ, അതായത് മാരേജ്, അവർ കുടുംബപരമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന മാരേജുകൾ, മറ്റ് ഫങ്ഷൻ എന്നിവയൊക്കെ ഉണ്ടെങ്കിൽ ഇവരെന്ത് ചെയ്യും, എല്ലാ ആൾക്കാരും ഇവിടെ വരും, ഇവിടെ കൂടും, ഒക്കെ ഇവർ ചെയ്യും. നമുക്ക് പറഞ്ഞു തരുന്ന നമ്മുടെ സ്റ്റാഫ് അവിടെ നിന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്, ഇതാണ് നടുമുറ്റം. ഈ മുറ്റത്തിൽ, അതായത്
കാണുന്നില്ലേ? അപ്പോൾ ഈ ഒരു മഴക്ക് പെയ്യുന്ന വെള്ളം ഇതുവഴി ഇതിൻ്റെ പിറകിൽ ഒരു കിണറുണ്ട് എന്നാണ് പറഞ്ഞത്. ആ കിണറിലേക്കാണ് ഇവിടെ പെയ്യുന്ന വെള്ളമൊക്കെ ഈ കിണറിലേക്കാണ് പോകുന്നത്. അപ്പം ഇതിൽ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ കാണുന്ന മൊത്തം സാധനങ്ങളും നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ജപ്പാൻ ഇറക്കുമതി ചെയ്ത ടൈല്, പേർഷ്യൻ ചെയ്ത്, ഈജിപ്തിൽ നിന്ന് ചെയ്ത എല്ലാ സാധനങ്ങളും പല സ്ഥലത്തുനിന്നും ഇറക്കുമതി ചെയ്ത സാധനങ്ങളാണ്. ഇനി ഇതിൻ്റെ പിറകിലൊരു ഡൈനിങ് ഹാളുണ്ട്, അത് കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് ഇതിൻ്റെ ഒരു നല്ലൊരു ഷോർട്ട് വീഡിയോ ഒന്ന് എടുക്കട്ടെ. ഓക്കെ. ഇതാണ് ഇവരുടെ ഡൈനിങ് ഹാള്. നമ്മളോട് സംസാരിച്ചുകൊണ്ടിരുന്ന ഗൈഡ് അവിടെ തിരക്കിലാണ്, അതുകൊണ്ട് അവരെ ബുദ്ധിമുട്ടിക്കാണ്ട് ഞാനൊന്ന് ഇങ്ങോട്ടേക്ക് വന്നു. ഈ കാണുന്നതൊക്കെ റൂമുകളാണ് കേട്ടോ. അപ്പുറത്തെ വശം താഴിലും മുകളിലും കൂടാതെ ഇപ്പുറവും റൂമുകൾ ഉണ്ട്. വലിയൊരു ഹാള്. ഇവരൊക്കെ ഇങ്ങനെ ഇവിടെ ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. എന്തൊരു സെറ്റപ്പാ. ഇനി നമുക്ക് മെല്ലെ തിരിക്കാം ഇനി അടുത്ത കേന്ദ്രത്തിലേക്ക്. നമ്മുടെ ഗൈഡ് 1-2 സ്പോട്ടുകൾ കൂടി ഇവിടെയുള്ള പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ഞാൻ നോട്ട് ചെയ്തിട്ട് ഇനി നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. സുഹൃത്തുക്കളെ, നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനിയും ധാരാളം കാഴ്ചകൾ അത്തുകൂടിയുണ്ട്. ആ ഒരു കാഴ്ചകളിലേക്ക് ഇനി നമുക്ക് പോവാം. ഓക്കെ, ബൈ.